ഹലോ ഗായ്സ്, നമ്മുടെ ജിരിഫയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ ഗൈസ്, നമ്മുടെ ഷിൻചാനും ചോപ്പ് രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ സബ്മറീൻ്റെ അടുത്തൊരു സീക്രട്ട് ബേസിക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിപ്പോൾ ഇത് വെടി വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോകുമ്പോൾ ഇതെന്ത് മീറ്ററും കാര്യങ്ങളാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അല്ല, വെടിവെച്ച് ലൈറ്റ് പോയി നമ്മളെങ്ങനെ വരെ വെടിവെക്കും. അതേ ഇവിടെ ബോഡി ഗാർഡ്സ് ഉണ്ടല്ലോ. 1 2 3 4 5. ഓക്കെ ഗൈസ്, നമ്മുടെ ബാക്കിലുണ്ട് കേട്ടോ. ഇപ്പം 5 പേരുണ്ട് നമ്മുടെ ബോഡി ഗാർഡ്സ്. 5 പേരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ ഈ പിസ്റ്റൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടു എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ കുറച്ച് തോക്കും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. നമ്മൾ പിന്നെ പെട്ടെന്ന് ആ ഒരു ഇതിൽ പോകുന്നത് കേട്ടോ. അത് കാരണം ടൂൾസ് ഇല്ല മക. എന്ത് ചെയ്യുന്നറിയില്ലല്ലോ. ഓ ഗായ്സ്, എന്ത് ചെയ്യും? നമുക്കല്ലെങ്കിൽ പിസ്റ്റൽ വെച്ച് തന്നെ കൊല്ലാം, അല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല. നമുക്ക് എന്തായാലും ആദ്യം ഇവനെ കൊന്നോക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, അവനെ കൊന്നിട്ടുണ്ട്. ഇത് എല്ലാവരും വെടി വെച്ച് തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടു. അപ്പോൾ നമുക്ക് ആ പിസ്റ്റൽ വെച്ച് നേരിട്ട് പോയി അറ്റാക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഒരുത്തന് വെടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവനും വെടി വെച്ചിട്ടുണ്ട് കണ്ട. ഇവൻ അവരെ വെടി വെച്ചു കേട്ടോ. അയ്യോ പാവം. അപ്പോൾ അവരങ്ങോട്ട് ഇങ്ങോട്ട് വെടി വെച്ചാൽ അങ്ങനെ ചത്തു കേട്ടോ. നമുക്ക് എന്തോ ഭാഗ്യമുണ്ട് കേട്ടോ. അതേ ഒരു തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഷോർട്ട് ഗൺ എടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ വേറെ തോക്കില്ലാതെ കാര്യം നമുക്ക് എന്തെങ്കിലും ഷോർട്ട് ഗണ്ണൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ മോനെ നോക്കിയേ, 3 പെട കാറുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓ, ഈ ചോപ്പ കാർ നോക്കി ടൈഗറിൻ്റെ എന്തോ സാധനമായിട്ടുള്ള കാറാണ് കേട്ടോ അത്. അതെന്തെങ്കിലും ഇരിക്കട്ടെ. നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഷിൻചാനും ചോപ്പരും നോക്കാട്ടോ. ഇവന്മാരിങ്ങനെ ഇവന്മാരങ്ങോട്ടും ഇങ്ങോട്ട് വെടി വെച്ച് കളിക്കായിരുന്നു ഗൈസ്. ദേ തൊട്ടപ്പേക്ക് ചത്തു കേട്ടോ. ഓക്കെ ഗൈസ്, ദേ ഇത് ഓട്ടോമാറ്റിക് ഡോറാണ് കേട്ടോ. എൻ്റെ മോനെ വിഷയം തന്നെ കേട്ടത്. ഓ, ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള സെറ്റപ്പ് തന്നെയാണ്. ഇതേ ഒരു ഷാർക്കൊക്കെ ഉണ്ടല്ലോ ഇത്. ഇത് ജീവനുണ്ട് ഗൈസിന്. എൻ്റെ പൊന്നെ, അണ്ടർഗ്രൗണ്ടിലൊക്കെ ഈ ടൈപ്പ് സാധനമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വേറെ ലെവലാണല്ലോ. ഇവന് ഇതെന്നെ തൊഴിലെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. നമ്മുടെ ലെസ്റ്റർ കുട്ടൻ പറഞ്ഞായിരുന്നു നമുക്ക് ഈ ലൊക്കേഷൻ കിട്ടിയതേ ഇതും. ഓ ഗൈസ്, 2 പേര് നിൽക്കണ്ടല്ലോ. ഓ എൻ്റെ പൊന്നെ, ഇവിടെ നിറച്ച ആൾക്കാരാണ് കേട്ടോ. ഇത്ര വലിയ സ്ഥലത്തൊക്കെ ആൾക്കാർ വേണ്ടേ? എൻ്റെ പൊന്നെ, ഇവർ എന്തിട്ടാണ് അവിടെ ചെയ്യണേ? എന്തിട്ടൊക്കെ ഇവിടെ ഒപ്പിക്കണ്ട കേട്ടോ. നമുക്കറിയില്ല. നമ്മുടെ ഷിൻചാനും ചോപ്പിനും ഇവർ കിഡ്നാപ്പ് ചെയ്തു. ഇത് അടിപൊളിയായല്ലോ. ഓ, സീനായിട്ടത്. എൻ്റെ ഗായ്സ് നോക്കിയത്. ഓ, തുറക്കുമ്പോൾ സാധനം തുറന്നത് നമ്മളടുത്തേലും ഈ സാധനം ഓട്ടോമാറ്റിക് തുറക്കൂട്ടെ. അതേ അടിയിൽ നോക്കി. അടിയിലത്തെ എന്തായാലും സ്ഥലം എടുക്കാട്ടെ. എനിക്ക് ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓ, സെറ്റ് സ്ഥലം ഉണ്ട്. അതേ എൻ്റെ പൊന്നെ, ഇതേ ഗായ്സ് നമ്മുടെ ഒരുത്തിനെ കൊന്നുണ്ടായി. ഇതാണ് ആ കിഡ്നാപ്പർ കേട്ടോ. അതേ 2 ബോഡി ഗാർഡ്സിൻ്റെ ഇടയിൽ നമ്മൾ ആ ഒരാളെ കൊന്നപ്പോൾ എൻ്റെ സൗണ്ട് കേട്ടു. അപ്പോൾ ഇതാണ് നമ്മൾ അന്വേഷിച്ച കിഡ്നാപ്പർ കേട്ടോ. ഈ പന്നിയാണ് നമ്മുടെ ഇയാളാണ് നമ്മുടെ ഷിൻചാനും ചോപ്പിനെയും ഇതാക്കി കൊണ്ടുപോയേ. അപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് എവിടെയാടാ ഷിൻചാനും ചോപ്പും വേഗം പറയണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് പൈസ കൊണ്ടുവന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പൈസയും കോപ്പൊന്നും ഇല്ല, മര്യാദയ്ക്ക് നമ്മുടെ ഷിൻചാനെ തന്നാൽ അല്ലെങ്കിൽ തന്നെ കൊന്നുകളെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിവിടെ സാധനങ്ങളൊക്കെ നമ്മൾ വെടിവെച്ച് നശിപ്പിക്കുക കേട്ടോ. ഇതൊക്കെ പോയാൽ അയാൾക്ക് പുല്ലാണ്, എന്നാലും അറിയാം. അപ്പോൾ ഇയാൾക്ക് ബോഡി ഗാർഡിനെ വെടി വയ്ക്കുക, അല്ലാണ്ട് ഇപ്പോൾ ഇയാൾ രക്ഷയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇയാൾ ചോദിക്കുക എന്തിനാണ് എൻ്റെ ബോഡി ഗാർഡിനെ കൊല്ലണേന്നൊക്കെ. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് മര്യാദയ്ക്ക് വേഗം പറ, അല്ലെങ്കിൽ ഞാൻ ഇവരെയും കൊല്ലും നിന്നെയും കൊല്ലും എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇവനെ കൊല്ലാം. ഇവരെന്തായാലും പറയണില്ല കേട്ടാ. ഭയങ്കര വെയിറ്റുള്ള ആളാണല്ലോ. എൻ്റെ പൊന്നെ, ഇയാൾ ചത്താല സമ്മതിക്കണല്ലോ കേട്ടാ. മര്യാദയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. പൈസ കൊണ്ടുവന്നാണ് ചോദിക്കണേ. ഞാൻ പറയുന്നുണ്ട് നിനക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓ ഗൈസ്, ഇതൊക്കെ മറ്റേ പൈസ എണ്ണണ മറ്റേ മെഷീനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇയാൾ അത്യാവശ്യം നല്ലൊരു നാറിയാണ്. ഇവിടെ മറ്റേ കത്തിക്കണ സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ. ഓ, ഇത് കൊള്ളാട്ടാ. പക്ഷേ നമ്മുടെ വിഷയത്തിൽ നിന്ന് പറയും നമുക്ക് എന്തായാലും ഈ സ്ഥലം എടുക്കണം കേട്ടാ. ഈ സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര എപ്പിക്കായിട്ടുള്ള സ്ഥലമാണ് ഗൈസ്. അവൻ നമ്മളെ വെടിവെക്കുന്നുണ്ട്. ഓ എൻ്റെ പൊന്നി, ഇയാളുടെ ഒരു കണ്ണുണ്ടായിരുന്ന ഗണ്ണ് പണിപ്പാളി കേട്ടാ. അല്ല, നമ്മുടെ ഷോർട്ട് ഗണ്ണാണ് ഇരിക്കണമെങ്കിൽ ഇയാളുടെ കയ്യിൽ പിസ്റ്റൾ കണ്ടാന്ന് തോന്നുന്നുണ്ട്. അതായത് നമുക്ക് അധികം വലിയ ഇത് വന്നിട്ടില്ല. നമുക്ക് എന്തായാലും തലയ്ക്ക് നോക്കി വെടിവെക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇയാളുടെ തലയ്ക്ക് നോക്കി വെടിവെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഷിൻചാനും ചോപ്പര് നമ്മൾ തന്നെ പോയി കണ്ടുപിടിക്കേണ്ടി വരും കേട്ടോ. ഈ വലിയ സ്ഥലത്ത് ഇയാളെ കൊണ്ടൊരു ഉപകാരം ഇല്ലല്ലോ. നമുക്കെന്തായാലും വേറെ സ്ഥലത്ത് പോയി നോക്കാം. ഇത് എന്തിൻ്റെ സ്വിച്ചാണാവോ? ഇതെന്തായാലും മാനുവലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം കേട്ടോ. അതേ ഇതൊക്കെ മൊത്തം ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. എൻ്റെ പൊന്ന് ഗൈസ്, ഇതൊക്കെ 2 ഡോറാ. ഓ, ഇവിടെ ഒരു ഡോറുണ്ട് കേട്ടോ. ഇത് മറ്റേ ബുൽബുലയ പോലെ ആവോ? എൻ്റെ പൊന്നെ, പസിൽ ഗെയിമുകൾ പോലെ ആവോ? അപ്പോൾ അതേ ഇവിടെ എന്തൊക്കെയോ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലായിടത്തും പോയാലും ഒക്കെ ഒരേപോലെ ഇരിക്കണ്ടല്ലോ ഗൈസ്. ഇത് നമ്മൾ പെടുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ നമ്മൾ ശരിക്കും. അപ്പോൾ പണി പാളോന്ന് തോന്നുന്നുണ്ട്. ഇത് മറ്റേ സെക്യൂർ ഫാൻ നോക്കി. എൻ്റെ ഇത് കുറേ വെറൈറ്റിയുള്ള സ്ഥലം കേട്ടോ. ഒരു ദിവസം മൊത്തം വേണ്ടിയിരുന്നു അവിടെ കറങ്ങി കിടക്കാൻ.
അത് നമ്മൾ കറിയെടുക്കാൻ വന്നതല്ല കേട്ടോ, നമ്മുടെ ഷിൻചാനും ജോബിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ഇത് മറ്റേ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ റൂമാന്ന് തോന്നുന്നുണ്ട് കേട്ടോ, അവർക്ക് ഉള്ള വിശ്രമിക്കാനുള്ള ഒരു റൂമാന്ന് തോന്നുന്നുണ്ട്. ഇതും അതുപോലെയൊക്കെ തന്നെയാന്ന് തോന്നുന്നുണ്ട്. ടി വി നമുക്ക് പൊളിക്കാട്ടാ. അപ്പോൾ അതേ കന്യാശ് പോയില്ലേ, ഇവ എന്തിട്ടിത്. അപ്പോൾ അതേ നമ്മളിത് ഇവിടെ നിന്നിട്ട് ആൾക്കാർ കാണാനില്ലല്ലേ. എനിക്ക് തോന്നുന്നു കുറേ പേര് ഇവിടെ ഉള്ള അവിടേക്കിട്ട് ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കെയർഫുള്ളായിട്ട് ഇരിക്കാം, നമ്മുടെ ഷിൻചാനും ചോപ്പിനെ രക്ഷപ്പെടുത്തണ്ടേ. അവിടെ ഒരു റൂമുണ്ട്, റൂമുണ്ടല്ലോ. നമുക്ക് എന്തായാലും ഇവിടെ കയറി നോക്കാം എന്തൊക്കെയാ റൂമുകൾ ഇവിടെ ഉള്ളത്. ഇതെന്തൊരു സെറ്റപ്പ്, ഇത് കൊള്ളാലോ. എന്തോ ഒരു ടൈപ്പ് സ്ഥലമാട്ടത്. ദേ ഗായ്സ്, പുറത്തേക്ക് റോട്ടിക്കുള്ള വഴി. ഇത് എനിക്ക് തോന്നുന്നേ ഉള്ളിൽ നിന്ന് തുറക്കണ ആരാന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ലെസ്റ്റർ കൂട്ടം നമുക്ക് മറ്റേ അണ്ടർ വാട്ടറിൽ വഴി പറഞ്ഞു തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ലെസ്റ്റർ ഈ വഴി പറഞ്ഞു തന്നെ കേട്ടാ. എനിക്ക് തോന്നുന്നുണ്ട് അത് തന്നെ ആയിരിക്കുള്ളൂ. ഒന്ന് മറ്റേ സെൻസറൊക്കെ വന്നിട്ട് വരുമ്പോൾ ഡോർ തുറക്കണം, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ ചോദിക്കില്ല. അങ്ങനെയൊക്കെ എന്തൊക്കെ സ്കീം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ലെസ്റ്റർ കൂട്ടം അങ്ങനത്തെ വഴി പറയില്ലല്ലേ, ഏറ്റവും സിമ്പിൾ വഴിയല്ലേ പറയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം. ഇത് പ്രിസൺ എന്തോ തോന്നുന്നുണ്ട് കേട്ടോ. പ്രിസൺ നമുക്ക് എന്തായാലും ക്യാമറ വെടിവെച്ച് കളയാം, നമ്മുടെ തെളിവുകൾ നശിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇവൻ്റെ മേലുള്ള ആൾക്കാർക്ക് വരാണെങ്കിൽ നമ്മളെ കൊല്ലില്ലേ. അപ്പോൾ അതേ ഇവിടെ ഗായ്സ് ഇവിടെ ഒരുത്തർ നിൽക്കുന്നുണ്ട് കേട്ടാ. എവിടെയാണ് ഷിൻചാനും ചോപ്പും, പറയടാ ഞങ്ങളുടെ ചെറുക്കന്മാരെ എവിടെയെന്ന് പറയുന്നുണ്ട് കേട്ടാ. ഇയാൾ പറയുന്നുണ്ട് എനിക്കറിയില്ല, താൻ വേണമെങ്കിൽ തന്നെ കണ്ടുപിടിച്ചോ, എൻ്റെ മുതലാളികൾ പറഞ്ഞ കൊല്ലുന്നു. അപ്പോൾ നമ്മളിതേ അവനെ കൊന്നിട്ട് ഇതാക്കിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ചാവാറായി ഇവൻ. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് എവിടെയാണ് വരുന്നുള്ളത്. അപ്പോൾ അവർ പറയുന്നുണ്ട് അവർ ടോർച്ചർ റൂമിലുണ്ടെന്ന് പറയുന്നുണ്ട് നമ്മുടെ ചോപ്പ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവനെ വെടിവെച്ച് കളയാട്ടാ. നമുക്കിനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് എന്തായാലും ഠുമ്പെന്ന് വെടിക്കാം. ഓക്കെ, നമുക്കിനി എന്തായാലും നമ്മുടെ ഷിൻചാനും ചോപ്പിൻ്റെ അടുത്ത് പോകട്ടെ. നമ്മുടെ ചോപ്പിന് ടോർച്ചർ റൂമിലാന്ന്. എന്താ അവസ്ഥയാണ് നോക്കണേ ഗൈസ്. നമ്മുടെ ചോപ്പിന് മുമ്പ് ടോർച്ചർ ഇത് മൊത്തം കത്തിക്കും. ഗായ്സ് ദേ നിൽക്കണ്ടോ ഒരു സെന്റ്, ഇവിടുന്ന് വെടി വെച്ചാലോ ചാവില്ലാന്ന് തോന്നിട്ടാണ്. നമുക്ക് എന്തായാലും അകത്ത് കയറിനെ വെടിയിക്കുക, അല്ലാണ്ട് വേറെ രക്ഷയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് നമുക്ക് രണ്ടുപേരെ രക്ഷിക്കാം. ഗൈസ് നമ്മളവനെ ഒരുത്തനെ കൊന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോപ്പ് പറയുന്നുണ്ട് നമ്മുടെ ഷിൻചാൻ അപ്പുറത്തെ റൂമിലാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ചെല്ലാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ചോപ്പ, നീ സുഖമല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്, ഇനി എന്നോട് പറയാണ്ട് പോരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോപ്പരാണെങ്കിൽ നല്ല വിഷമം കാര്യങ്ങളൊക്കെ പേടിച്ചു പോയിട്ടാ പാവം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും കാണാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അകത്ത് കയറിയതിനെ പോയി നോക്കാം. ഓക്കെ ഗൈസ്, ദേ ഇവിടെ ഒരുത്തൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് പറയാം ഷിൻചാനും ചോപ്പ് എവിടെയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മര്യാദയ്ക്ക് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഓണറെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോവാ. അപ്പോൾ ഇയാൾ പറഞ്ഞു അയ്യോ അങ്ങനെ ചെയ്താ, ഞാൻ കൊല്ലാൻ വേണ്ടി വെച്ചിരിക്കുന്നതായിരുന്നു, എൻ്റെ മോനെ ഇയാൾ കിഡ്നാപ്പ് ചെയ്ത് കൊന്നു കളഞ്ഞു എന്നിട്ട് ഇയാൾ പറയണേ. അപ്പോൾ അത് കാരണം ഇയാൾ കൊല്ലാനുള്ള സ്കീമിലാന്ന് പറഞ്ഞേ. അപ്പോൾ അത് കാരണം ഇയാൾ ഈ ആർമിയിൽ ഇവരുടെ ഇതിൽ അണ്ടറിൽ പണിയെടുത്ത് കൊല്ലാനുള്ള സ്കീമിലായിരുന്നു. പക്ഷെ താങ്കൾ കൊന്നതിലേക്ക് കുഴപ്പമൊന്നുമില്ല. ഷിൻചാൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ സേഫായിട്ട് സ്ഥലത്ത് ആക്കിയിട്ടുണ്ട്, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാൻ ഇതാക്കിയിട്ടുണ്ട്. എൻ്റെ മോനെ കൊന്നുള്ള പ്രതികാരം വീട്ടാനുള്ള മൈൻഡായിരുന്നു ഞാൻ. പക്ഷെ നീ കൊന്നില്ലേ, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് പ്രതികാര മൈൻഡുള്ളവരാന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഈ കിഡ്നാപ്പറിൻ്റെ പേര് എന്നിട്ടാണോ ഗൈസ്, കിഡ്നാപ്പറിൻ്റെ പേര് അറിയില്ല കേട്ടാ. കിഡ്നാപ്പറിന് തന്നെ ഇരിക്കട്ടെ, അത് തന്നെയാണ് നല്ലത്, അല്ലാണ്ട് നമുക്ക് പേരും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഷിൻചാൻ എവിടെയാണ്. അപ്പോൾ നമ്മുടെ അയാൾ പറയുന്നുണ്ട് നമ്മുടെ ഷിൻചാനെ ഇയാൾ സേഫായിട്ടൊരു സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ തന്നെ വരും അപ്പം തന്നെ കൊല്ലായിരുന്നു, പക്ഷെ കൊന്നില്ലല്ലോ. അപ്പോൾ അത് തന്നെ ഒരു തെളിവല്ലേ. അപ്പോൾ നമുക്ക് ഇയാളെ വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ആവശ്യമായി പോയില്ല ഗൈസ്, നമ്മുടെ ഷിൻചാനെ കിട്ടണ്ട, നമ്മുടെ ചോപ്പിനെ കിട്ടിയിട്ടാ. അപ്പോൾ അത് ഇയാൾ പറയുന്നുണ്ട് പിന്നാലെ വാ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇയാളുടെ പിന്നാലെ പോവാട്ടാ. ഇയാളെ ഇനി വിശ്വസിക്കാൻ പറ്റാമെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും പോവാം. ഓക്കെ ഗൈസ്, ഇയാൾക്ക് എല്ലാ വഴികളും കാര്യങ്ങളൊക്കെ അറിയാലോ. കാരണം എന്താ ഇയാളെ സെക്യൂരിറ്റി അല്ലേ ഇവിടുത്തെ, അല്ല എന്നാലും മറ്റേയാൾക്ക് പണി കൊടുക്കാനുള്ള സ്കീമിലായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മളത് ഇയാളുടെ പിന്നാലെ തന്നെ പോവാണ്. നമ്മളെന്തായാലും ഈ സ്ഥലം അങ്ങനെ ഏറ്റെടുത്തോണ്ട് ഇയാളിത് നല്ല വെറിയുണ്ട് കേട്ടോ. വെറുതെ അല്ല, ഇയാള് മറ്റേ കിഡ്നാപ്പറിനെ കൊന്നുട്ടാ. മറ്റേ നമ്മൾ കൊന്നതാണ്, എന്നാലും അതിൻ്റെ മേലെ കൂടെ ഒന്ന് കൊന്നു. അപ്പോൾ നമ്മുടെ ഇത് പറഞ്ഞിട്ടുണ്ട് ഇതാ കാറിൻ്റെ ഡിക്കിയില ആ കാറിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ ഈ കാറല്ല അപ്പുറത്തെ കാറാന്ന് പറയണം. അപ്പോൾ നമുക്ക് എന്തായാലും ആ കാറ് നോക്കാം. ഡിക്കിയിലുണ്ടാവും വഴിയിൽ. ഗായ്സ് ദേ നമ്മുടെ ഷിൻചായിരിക്കുന്ന കേട്ടോ അടിയിൽ. ഈ ചെറുക്കൻ അയ്യോ നമ്മൾ വന്നപ്പോൾ എന്നെ കാണിക്കാ. നമ്മൾ വന്നപ്പോൾ നിറച്ച് ഇവിടെ ബോഡി ഗാർഡ്സ് ആയിരുന്നില്ലേ, അതാ പേടിച്ചിട്ടായിരിക്കും പാവം. അപ്പോൾ നമ്മൾ ഷിൻചാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രാങ്ക്ലിനെണ്ണാ നീ വന്നാ എനിക്കറിയായിരുന്നു നിങ്ങൾ വരുന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് പോവാട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഈ സ്ഥലം എടുത്തു എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ ബോഡി ഗാർഡിന് എന്ത് ചെയ്യുന്ന അറിയില്ല.
അപ്പൊ നമുക്ക് ഈ ബോഡി ഗാർഡിനെ ഈ സ്ഥലം കൊടുക്കാട്ടാ. ഇയാൾ ഇത്ര നാള് സ്വന്തം മകനെ ഇതാക്കി ഇയാളെ കൊല്ലാൻ വേണ്ടി ഒന്നുമല്ലേ, ഇനി ഇയാളെ തന്നെ ഇത് എടുത്തോട്ടെ. നമുക്കിത് കിട്ടിയിട്ട് വലിയ പ്രയോജനം ഇല്ല, എന്നാലും നമ്മൾ ഇടയ്ക്ക് വരുന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇയാൾ പറയണ്ടോ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നിങ്ങളിത് എടുത്തോ. നമുക്കിനി പ്രത്യേകിച്ച് ആവശ്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ചെറിയ വല്ല ഹൈഡ് ഔട്ട് അല്ലെങ്കിൽ വല്ല പരിപാടികൾ ഒപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്ഥലം ഉപയോഗിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു വാക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മൾ അങ്ങനെ ഗൈസ് നമ്മുടെ ഷിൻചാനും ജോബിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്രയുള്ള ഗൈസ് നമ്മുടെ വീഡിയോ. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സപ്പോർട്ട് ചെയ്തോളോ. അപ്പൊ ശരി then, ബൈ.